ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമില്ലീശ്വരേ, എന്റെ ഭാരം തീർപ്പാൻ. നീയല്ലാതാരുള്ളൂ രക്ഷക, എന്റെ പാപം തീർപ്പാൻ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35 സങ്കീർത്തനം 18 വാക്യം. ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിന് മധ്യേ നിന്നെ സ്തുതിക്കും. ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ നന്മയും വിശ്വസ്തതയും പരസ്യമായി അംഗീകരിക്കുവാനുള്ള ദാവീദിൻ്റെ ഉദ്ദേശത്തെ ഈ വാക്യം എടുത്തു കാണിക്കുന്നു. ദാവീദ് തൻ്റെ ശത്രുക്കളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വിടുതലിലുള്ള തൻ്റെ വിശ്വാസവും അതിനായി ദൈവത്തെ സ്തുതിക്കാനുള്ള തൻ്റെ പ്രതിബദ്ധതയും ഈ വാക്യത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് തന്നെ വിടുവിച്ചാൽ ഏറ്റവും പരസ്യമായ രീതിയിൽ ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുമെന്ന് ദാവീദ് പ്രഖ്യാപിക്കുന്നു. ദൈവം കരുണയുടെ സൃഷ്ടാവാണെന്നും താൻ അതിനെ യോഗ്യനല്ലെന്നും ദാവീദ് അംഗീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ദാവീദിനെ പോലെ നമുക്കും പറയാം, മഹാസഭയിൽ ദൈവത്തിനു വേണ്ടി സ്തോത്രം കഴിക്കുന്നവരായി ഞാൻ രൂപപ്പെടും. എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ ദ്രോഹിക്കുന്നവരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഈ വിടുതൽ സമൂഹത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ സാക്ഷ്യമായി ഞാൻ പ്രഖ്യാപിക്കും.